നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാലക കുണ്ഠിതാനി എല്ലാം പുറത്തു മമ സങ്കടമാശു തീർക്ക വിൽവാദ്രിനാഥ കരുണാലയ
CV ബാലകൃഷ്ണനാണ്. ഈ പരിപാടിയിൽ ശ്രീ TN പ്രകാശ്, ശ്രീ BR സുധീഷ്, KP സുധീര, NP ഹാഫിസ് മുഹമ്മദ്, സുഭാഷ് ചന്ദ്രൻ, ഹരിദാസ് കരുവള്ളൂർ, കണ്ണൻ കരിങ്ങാട്, BM സുഹറ, സന്തോഷ് ചിക്കാനം, രാമചന്ദ്രൻ, KR മീര, രേഖ തുടങ്ങിയ യുവ കഥാകൃത്തുക്കൾ അവരുടെ കഥകൾ അവതരിപ്പിക്കുന്നതാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ വേദി അതിനായി സജ്ജീകരിക്കുന്നതാണ്. അതുവരെ എല്ലാവരും ക്ഷമയോടെ ഇരിക്കുവാൻ അപേക്ഷിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ 2ാം ദിവസം രാവിലെ വരയുടെ പെരുവച്ചൻ ഇവിടെ രേഖപ്പെടുത്തിയ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഥയുടെ ഇന്ന് നാളെ എന്ന വിഷയവും കഥയുടെ വർത്തമാനങ്ങളും കഥാകാരന്മാരുടെ ആശയ സംവാദങ്ങളും ഇവിടെ നടക്കുകയാണ്. പുസ്തക പ്രസാധനവും വിൽപ്പനയിൽ ഏറ്റവും വലിയ സാംസ്കാരിക സംഭാവനയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിലെ ഈ സാംസ്കാരിക അനുഭവങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് എഴുത്തുകാരും വായനക്കാരുമാണ്. ഈ എഴുത്തുകാരും വായനക്കാരും ഞങ്ങൾക്ക് നൽകിയ പ്രചോദനത്തിന്റെ ഉത്തരവാദിത്തോടുകൂടിയാണ് ഏറ്റവും പ്രൗഢഗംഭീരമായ ഈ സദസ്സ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കഥയുടെ കഥാകാരന്മാർ ഇവർക്ക് സ്വാഗതം നൽകുകയാണ്. പെരുമഴയുടെ പിറ്റേന്ന് പോലെ സംശുദ്ധമായ ഈ പ്രഭാതത്തിൽ, കഥയുടെ പ്രഭാതത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ CV ശ്രീരാമനാണ്. കറണ്ട് ബുക്സിന്റെ ജൂബിലി, സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് സ്വാഗതം. കഥയുടെ ഇന്ന് നാളെ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീ CV ബാലകൃഷ്ണനാണ്. കറണ്ട് ബുക്സിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് സ്വാഗതം. ഇനി എന്റെ പുതിയ കഥ അവതരിപ്പിക്കുന്നത് ശ്രീമതി KP സുധീര, NP ഹാഫിസ് മുഹമ്മദ്, ശ്രീ സുഭാഷ് ചന്ദ്രൻ, ശ്രീ ഹരിദാസ് കരിവള്ളൂർ, ശ്രീ കണ്ണൻ കരിങ്ങാട്, ശ്രീമതി BM സുഹറ, സന്തോഷ് ചിക്കാനം, ശ്രീ രാമചന്ദ്രൻ തുടങ്ങിയവർക്കും സുവർണജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നോവലുകൾക്ക് സമ്മാനം ലഭിച്ചിട്ടുള്ള ക്ഷമിക്കണം കറണ്ട് ബുക്സിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പേരിൽ സ്വാഗതം പറയുന്നു. കോഴിക്കോട്ടെ പ്രബുദ്ധമായ സദസ്സിന് ഈ ആഘോഷ വേളയിൽ സ്വാഗതം ആശംസിക്കുന്നു. നമസ്കാരം. ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഭാരവാഹികളോട് എനിക്ക് നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. കാരണം ഇത്രയും വലിയ ഒരു സദസ്സ്, ആ സദസ്സിൽ അധ്യക്ഷ പദം അവസരം നൽകിയത് വലിയ
ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് വളരെയേറെ ചെറുപ്പക്കാരായ കലാകൃത്തുക്കൾ സംഘടിക്കുന്ന സദസ്സിൽ അവരെക്കാളും കുറച്ചുകൂടി പ്രായത്തിൽ, പക്ഷേ ഞാനൊക്കെ വളരെ വൈകിട്ടാണ് എഴുതാൻ തുടങ്ങിയത്. ഞാനേക്കാൾ പ്രായക്കുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അവർക്ക് അനുഗ്രഹിക്കുന്നതിന് കൂടി ഈ അവസരം വിനിയോഗിക്കാമെന്ന് ഞാൻ കരുതുന്നു. കഥയുടെ പ്രഭാവം എന്നാണ് ഈ സദസ്സിൻ്റെ നാമധേയം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഒരു കോപ്പി എനിക്ക് സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് അയച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു പേജ് വരുന്ന ഒരു ആമുഖം മാത്രമേ എല്ലാ കഥകളെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള പുസ്തകത്തിൽ ഒരു പക്ഷേ നമ്മുടെ ഇവിടേക്ക് ആയിരുന്നെങ്കിൽ ഒരു 10-50 പേജ് ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും അതിൻ്റെ പേജ്. പക്ഷെ അതില്ല. അതിലവരൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനമാണ് 42-ാമത്തെ വയസ്സിൽ മരിച്ചു. അവസാന നാളുകളിൽ അദ്ദേഹം ഭ്രാന്ത് പിടിച്ചു. ഒരു മെൻ്റൽ അസൈലത്തിലായിരുന്നു. ആ മെൻ്റൽ അസൈലത്തിൽ നിന്ന് അദ്ദേഹം ആരും അറിയാതെ തെരുവിലേക്ക് ഇറങ്ങി വരികയും തെരുവിൽ വെച്ച് മരിക്കുകയും ചെയ്തതാണ് മോഹൻസാൻ അന്ത്യാഭിഷൻ. ആ മോഹൻസാനിൻ്റെ കഥകളെ പറ്റി പറഞ്ഞത് ഇറ്റ് ഹസ് lasted a century and it is going to last ever so many. ഒരു നൂറ്റാണ്ട് അതിജീവിച്ചു കഴിഞ്ഞു. ഇനിയും എത്രയോ നൂറ്റാണ്ടുകൾ അതിജീവിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അവതാരിക്കാൻ ആമുഖത്തിൽ അതിൻ്റെ സാധനമാണ് ഉൾക്കൊള്ളിച്ചത്. ഏതായാലും ഒരു നൂറ്റാണ്ട് അതിജീവിക്കുകയും ഇനിയും അനേകം നൂറ്റാണ്ടുകൾ അതിജീവിക്കാനുള്ള കഴിവുള്ള കഥകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് തന്നെയാണ്. ഒരു കാലികമോ അതുപോലെ തന്നെ ഒരു പ്രത്യേക ആവശ്യകരമായി മാത്രം എഴുതുന്ന കഥകളല്ല. എക്കാലത്തും പ്രചോദിക്കാൻ കഴിയുന്ന കഥകൾ മലയാള ഭാഷയിൽ ഉണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതിനുള്ള അഭിമാനിക്കുന്ന കാര്യമാണ്. ഇവിടെ സമയ പരിധിയുണ്ട്. 10 നിമിഷമാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഞാനൊരു പ്രത്യേക അവസ്ഥയിലാണ്. അതുകൊണ്ട് 10 നിമിഷം പോലും സംസാരിക്കാനുള്ള ഒരു മാനസിക എനിക്കിപ്പോഴും എൻ്റെ അവസ്ഥ ഇപ്പോഴില്ല എന്ന് പറയേണ്ടിയിരിക്കും. ഒറ്റപ്പാട് പുരോഗമന സംഘത്തിൻ്റെ ഞാനൊരു സംസ്ഥാന കമ്മിറ്റി നിർവാഹം ചെയ്യുന്നതാണ്. അവിടെ പങ്കെടുക്കേണ്ടതാണ്. ഇന്നലെ പോയി രജിസ്ട്രേഷൻ കഴിച്ചു വരികയാണ്. അതുകൊണ്ട് തിരിച്ച് അവിടേക്ക് പോകണം. അപ്പോഴിവിടെ കഥയെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തെക്കാൾ ഉപരി ഈ സദസ്സിൽ ഈ കഥകൾ അവതരിപ്പിക്കുകയും പുതുതായ കഥകളുടെ ഭാവം എപ്രകാരം എനിക്ക് ഇരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ദൃഷ്ടാന്തങ്ങളായിരിക്കും ഓരോ കഥകൾ. ഞാൻ തൃശ്ശൂർ കണക്കിൻ്റെ അവരുടെ ഒരു കഥ മത്സരം, ആ കഥാമത്സരത്തിൽ ഏതാണ്ട് 150ഓളം കഥകളുണ്ട്. ആ കഥകൾ വായിച്ച് അതിൽ തെറ്റി നോക്കി ഞാൻ കണ്ടുപോയി. അപ്പോൾ സമീപകാലത്ത് 150ഓളം ചെറുപ്പക്കാരുടെ കഥകൾ വായിക്കാനുള്ള ഒരു തുടർച്ചയായ അവസരം എനിക്ക് ലഭിക്കുകയും അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വളരെ സന്തോഷിച്ചു. അത് ഒന്നാം സമ്മാനം കഴിക്കുന്ന കഥ പറയുന്നത് 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു എന്നുള്ള കഥയാണ്. എനിക്ക് തോന്നുന്നു ഈ അന്ധന്മാരുടെ ആ മനസ്സ് ഒരു കാരണവശാൽ ഇരുട്ട് നിറഞ്ഞതല്ല. ഒരു പക്ഷേ അവരുടെ കാഴ്ച ഇരുട്ട് നിറഞ്ഞതായിരിക്കാം. പക്ഷെ മനസ്സ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെക്കാൾ ഒരു പക്ഷേ ഒരു പടിമുടി അതിന് വിശാലതയും തെളിച്ചവും കൊണ്ട് തിളക്കമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അതാണ് കഥയുടെ വിഷയം. അതുപോലെ മറ്റു അതിൻ്റെ 10 കഥകൾ തിരഞ്ഞെടുത്ത് അത് പുസ്തകമാക്കാൻ പോകുന്നു. അപ്പോൾ ആ കഥകൾ സംബന്ധിച്ചൊക്കെ ഞാൻ വളരെയധികം സന്തോഷം.
ഒരു കാരണവശാലും ഞാൻ പറയും ഈ വരവും തലമുറ ഇവിടെ ഈ കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള മാറ്റം പറയുന്ന സങ്കല്പത്തിലെ മാറ്റം അതുപോലെ ഭാവത്തിൽ രൂപത്തിൽ ഇതെല്ലാം തന്നെ അവരുടേതായ സംഭാവനകൾ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും സംഭാവന നൽകാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് വിലയിരുത്താനുള്ള അവസരം ലഭിക്കാതെ പോകുമ്പോഴാണ് പുതിയ കഥകളെ സംബന്ധിച്ച് പുതിയ കഥാകാരനെ സംബന്ധിച്ച് നമുക്കുള്ള വികല്പങ്ങൾ ഉണ്ടായിപ്പോകുന്നത്. പക്ഷേ വായിക്കുമ്പോൾ ഒരു കഥകൾ തുടർച്ചയായി വായിക്കും വിലയിരുത്താനുള്ള അവസരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥകളെ സംബന്ധിച്ച് ഉള്ള നമ്മുടെ അഭിപ്രായം ഇവിടെ പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് ഈ കഥകൾ ഇപ്പം ആദ്യത്തെ കഥ തൊട്ടിട്ട് നൂറ്റാണ്ട് കാലമായി നമ്മുടെ ഈ കേരളത്തിലെ ചെറുകഥ എന്ന് പറയുന്ന ഈ രൂപത്തിലുള്ള ചെറുകഥ ഉണ്ടാകാൻ തുടങ്ങി. അതിന് മുമ്പ് കഥകൾക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ആധുനിക സങ്കല്പത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി പോലെ ആ ജനറ അത് സാഹിത്യത്തിൻ്റെ ഒരു ജനറയാണ്. ആ ജനറ ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നായിരുന്നു ആദ്യകാലം യൂറോപ്പിൽ അവർ പറയുന്നു. ഇത് അത് മറ്റ് പലരോട് കടപ്പെട്ടു, ലിറിക്കിനോട് കടപ്പെട്ടു, അതുപോലെ ബാലറ്റിനോട് കടപ്പെട്ടു. ഈ ടെനിസിൻ്റെ കാര്യങ്ങളൊക്കെ പോലുള്ള കഥയാണ് കവിതാലോകത്തിൽ പറഞ്ഞത്. അതുപോലെ ഏകാന്തത്തോട് ചില എൻ്റെ കഥകത്തിൽ അവസാനിക്കുന്നത് ഒരു ഏകാന്തത്തിന് സ്വഭാവം അതുകൊണ്ടാണ്. അതുപോലെ ആ നാടകീയമായിരുന്നു. അതുകൊണ്ട് ചെറുകഥ എന്ന് പറയുന്ന ഒരു പാസിംഗായിട്ടുള്ള വിഷയം മാത്രമാണ്. അതെക്കാലത്തും ആ രീതികൾ നിലനിൽക്കില്ല എന്നായിരുന്നു ആദ്യകാലത്ത് ചെറുകഥയെ പറ്റി വിലയിരുത്തി അച്ചാത്തിൽ. പക്ഷേ അത് ഇന്നതൊക്കെ മാറിക്കഴിഞ്ഞു. ചെറുകഥ എന്ന് പറയുന്ന മുതൽക്കാലം നിൽക്കാവുന്ന അതിബൃഹത്തായ വാക്കുകൾ പരിമിതമാണെങ്കിൽ ബൃഹത്തായ കാഴ്ചപ്പാടുള്ള ചെറുകഥയാണ്. അതുകൊണ്ടാണ് ചെറുകഥ ഈ 2 നൂറ്റാണ്ട് യൂറോപ്പിലായിരുന്നു 2 നൂറ്റാണ്ട് അതിന് തുടർച്ചയായിട്ട് അത് അതിൻ്റേതായ പാത വെട്ടിക്കൊണ്ടാണ് മുന്നോട്ട് ചോദിച്ചത്. നമ്മൾ അതൊരു കാരണവശാൽ നിന്ദിക്കാൻ പോകുന്നില്ല. വരാൻ പോകുന്ന തലമുറ വരാൻ പോകുന്ന ചെറുപ്പക്കാരായിട്ടുള്ള അവരുടേതായിട്ടുള്ള വിശാലമായ കാഴ്ചപ്പാട് അവർക്കുണ്ടാകും. പ്രത്യേകിച്ച് സാങ്കേതികമായിട്ടൊന്നുമില്ല അത് മേന്മ ഉണ്ടാക്കാൻ കഴിയും. അതിലൂടെ അവർ ശ്രദ്ധിക്കും എന്നാണ് വിശ്വാസം. ഏതായാലും ഈ സദസ്സിൽ അധ്യക്ഷനായിട്ടുള്ള അവസരത്തിന് പാലവായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ബാലകൃഷ്ണൻ ചെയ്യുന്നു. അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും കഥ നിലനിൽക്കും. പുതിയ കഥകളുമായി പിന്നീടുകാർ ഇവിടെയുണ്ട്. ഓരോ കഥയും മരണത്തിനെതിരായ പ്രഖ്യാപനമാണ് എന്ന് കാർലോസ് ഫുവന്റസ് പറഞ്ഞിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ കഥകളുടെ ഒരു സമാഹാരം അവതരിപ്പിച്ചുകൊണ്ട് അതിന് മുഖവരിയായി എഴുതിയിട്ടുള്ള സ്റ്റോറി ടെല്ലർ എന്ന അവതാരികയിലാണ് ഫുവന്റസ് അങ്ങനെ പറഞ്ഞത്. അതേപോലെ പറഞ്ഞതിന്റെ അടിസ്ഥാനം 1001 രാവുകളാണ്. 1001 രാവുകളിലെ കഥ പറഞ്ഞ ഷെഹ്റസാദ് ഓരോ കഥയും മരണത്തെ അത്ര അടുത്തു നിർത്തുകയും ജീവിതത്തിലെ ദൈർഘ്യം
ചെയ്തു. നീണ്ട കഥയെഴുത്തുകാരെ ഷെഹറാസാദിന്റെ കുട്ടികൾ ദ ചിൽഡ്രൻ ഓഫ് ഷെഹറാസാദ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഷെഹറാസാദ് പറഞ്ഞ കഥകൾ സുൽത്താനോട് രസിപ്പിക്കുന്നില്ല. പക്ഷേ പറയുന്ന കഥകൾ ആളുകളെ അങ്ങനെ രസിപ്പിക്കണമെന്നില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയില്ല. ജനകം എന്ന കഥയിൽ ഇടയ്ക്ക് ഒരു സ്വർണ്ണ കണ്ണട ധരിച്ച ഒരാൾ കയറി വരുന്നുണ്ട്. പ്രധാന കഥാപാത്രമാണ്. അയാൾ ആകർഷകമായിട്ട് ഈ സ്വർണ്ണ കണ്ണട കൃഷിയിൽ അറിയുന്നതിന് പറയുന്നു. അദ്ദേഹം കയറി വന്നിട്ട് അതിലെ നായകനായ വിഷമപ്പെടുന്ന നായകനാണ്. ആ നായകനോട് പറയുകയാണ്, ഈ എഴുതുന്ന കഥകളൊക്കെ വായിച്ചാൽ ഈ ലോകത്തിന് എന്തോ വലിയ പവറൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോകും. എന്താണ് ഈ സ്വർണ്ണക്കണ്ണടക്കാരനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? എന്തൊക്കെയാണ് അക്കാലത്തെ കഥകളിൽ ഈ ലോകത്തിന് വലിയ പവറുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഉണ്ടായിരുന്നത്? പലരും ഉണ്ടായിരുന്നു. നവോത്ഥാനകാല കഥകൾ വായിച്ചിട്ടുള്ളവർക്ക്, ഓർമ്മയിൽ സൂക്ഷിക്കുന്നവർക്ക് അറിയാം എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്നത് എന്ന്. എല്ലാ ക്രമക്കേടുകളെയും ശാസിക്കുകയും എല്ലാവർക്കും ഒരു മാതൃകയായി തീരണം എന്ന് സ്വയം കരുതുകയും ചെയ്യുന്ന ഒരു കഥയിലുണ്ടായിരുന്നു. ഭയങ്കര നിമിഷങ്ങളുണ്ടായിരുന്നു. ലോകത്തിന്റെ തകരാറ് മാറും. വളരെ തരവും ഋജുവുമായിട്ടുള്ള വിശ്വാസമാണ് കഥകൾ പൊതുവെ പങ്കിടുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ശരീരവും ഋജുവുമായിട്ടുള്ള വിശ്വാസം പങ്കിടുന്നില്ല. നാട്ടുകളിലെയോ കഥകളിലെയോ രാഷ്ട്രീയപരമാണ്, അതിലെ മാനുഷികത പുതിയ കഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയപരത എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര നിഷ്ഠമായ ഒന്നല്ല. കഥയുടെ ഘടനയിൽ അന്തരീയമായിട്ടുള്ള രാഷ്ട്രീയ
ആവശ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അന്നത്തെ കപട സദാചാരത്തോടും എഴുത്തുകാർ നടത്തിയിട്ടുള്ള ധീരമായ സർഗാത്മക കലാപമായിരുന്നു ചരിത്രകഥകൾ. എന്നാണ് ഈ പ്രബന്ധത്തിന്റെ പേര്. നേരത്തെ നമുക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു, ചെറുകഥ തുടങ്ങിയത് അല്ലെങ്കിൽ കഥ എന്നുള്ള ഒരു രൂപം ഭൂമിയിലുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ തുടങ്ങുന്നതാണ്. അതിന് അല്പം തിരുത്ത് ആദ്യമേ തന്നെ ഞാൻ കൊടുക്കുകയാണ്. മനുഷ്യൻ മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ച് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. രണ്ടാമത്തെ ജീവിയുടെ വരവോടെ ഈ ആത്മകഥനത്തിന്റെ കഥനത്തിന് ഭാഷ വന്നു, ഭാവം വന്നു, ഒച്ച വന്നു. അതുവരെ ഹൃദയത്തിൽ ഒളിപ്പിച്ച കഥകൾ തന്റെ സഹജീവിയുമായി പങ്കുവയ്ക്കാനും തുടങ്ങി. ഞാനൊരു കഥ പറയാം എന്നതിലെ കഥയിൽ കാര്യവും ഇണപെരുന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഞാനൊരു കാര്യം പറയാം എന്നതിലും കുറച്ചൊക്കെ കഥയുണ്ടാകും. അപ്പോൾ കാര്യത്തിനും കഥയ്ക്കും കാതലായ ആന്തര വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാതെ ആദിമ മനുഷ്യന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കേണ്ടി വന്നു എന്നത് കഥയുടെ അറിയപ്പെടുന്ന ചരിത്രമാണ്. ഹൃദയത്തിൽ കഥ വന്ന് തിക്കുമുട്ടുന്ന അവസ്ഥയിൽ കഥ തന്നെ ഒരു സുന്ദരിയായി വന്ന് കഥ പറയുന്നൊരു നാടകം ഗിരീഷ് കർണാടിൻ്റെതായിട്ടുണ്ട്, നാഗമണ്ഡല. അതിലെ നായിക റാണിയെ കർണാട് സൃഷ്ടിക്കുന്നത് തന്നെ കഥ പറയാൻ വേണ്ടിയാണ്. പുതിയ നൂറ്റാണ്ടിൽ കഥ പറയാനായി റാണിയെ അവതരിപ്പിക്കുന്ന കർണാട് സത്യത്തിൽ കഥാചരിത്രത്തെ തന്നെയാണ് പുനഃസൃഷ്ടിക്കുന്നത്. ഓരോ നാട്ടുകൂട്ടത്തിനും ഓരോ കഥ പറച്ചിലുകാരനുണ്ടായിരുന്ന ഒരു ആദിമകാലം നമുക്കുണ്ടായിരുന്നു. ഒരു പ്രധാന കഥാഖ്യാനക്കാരൻ, അയാൾക്ക് ചുറ്റും മുക്കിയും മൂളിയും ഏച്ചുകെട്ടിയും തൊങ്ങൽ ചേർത്തും കഥ പൂർത്തീകരിക്കുന്ന അനുചരന്മാർ. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അവർ നിരന്തരം യാത്ര ചെയ്തു പോന്നിരുന്നു. കഥ കേൾക്കുന്ന നാട്ടുകൂട്ടം അവർക്കുള്ള ചെല്ലും ചെലവും നൽകി പോരുകയും ചെയ്തു. ഒരു ആൽത്തറയിലോ ഇടപ്പള്ളിയിലോ ചായ്പിലോ തമ്പടിക്കുന്ന ഇത്തരം കഥ പറച്ചിലുകാർ ഇടയ്ക്ക് കാര്യങ്ങളും പറയാൻ തുടങ്ങി. കഥയും കാര്യവും കൂട്ടിച്ചേരുന്ന ഏതോ സന്ധിയിലാണ് പ്രാചീന ഭാരതീയ കലാശാലകളുടെ ആരംഭം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. നാളന്ദ, തക്ഷശില പോലുള്ള ഭാരതീയ സർവകലാശാലകളുടെ നടത്തിപ്പിൽ നാട്ടുകൂട്ടങ്ങൾക്കുള്ള പങ്കും പ്രാമാണ്യവും വിലയിരുത്തുമ്പോൾ കഥയിൽ നിന്ന് മനുഷ്യകുലം കാര്യത്തിലേക്ക് കടന്ന ചരിത്രവും നമ്മുടെ മുമ്പിൽ വെളിവാകും. ഈ നളന്ദയും തക്ഷശിലയും സർവകലാശാലകളായി വന്നപ്പോൾ അതിലുള്ള എല്ലാ ചെലവുകളും വഹിച്ചു പോകുന്നത് ചുറ്റുമുള്ള നാട്ടുകൂട്ടമായിരുന്നു. അവിടെ ഈ പറയുന്ന കലാരൂപങ്ങൾ ഉണ്ടാക്കുകയും അതിനുള്ള ചെലവൊക്കെ വഹിച്ചത് ഓരോ കുടുംബാംഗങ്ങളായിരുന്നു, സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയായിരുന്നു എന്ന് എഴുതി വെക്കപ്പെട്ട ചരിത്രമാണ്.
ഇതിനെക്കുറിച്ച് തായാട്ടിൻ്റെ ഒക്കെ ആധുനിക വിദ്യാഭ്യാസ ചരിത്രമൊക്കെ പറയുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നു. മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങുന്ന ഘട്ടം തുടങ്ങി കഥയുടെ പ്രസക്തിയും വർദ്ധിച്ചതായി കാണാൻ കഴിയും. കാവ്യഭാഷയിൽ കഥയുടെ ഇഴചേർത്താണ് ആദിമ കവി പോലും മഹാകാവ്യം രചിക്കുന്നത്. ലോകത്തെമ്പാടും ഈ പ്രവണത നിലനിൽക്കുകയും ചെയ്തു. 2-ാം നൂറ്റാണ്ടിൽ കാശ്മീരിലുണ്ടായ ഒരു ലഹളയിൽ കഥാസരിത് സാഗരം ഉത്ഭവിച്ച കഥ നമുക്കറിയാം. രക്തരൂക്ഷിതമായ ഒരു ലഹളിയിൽ സംഭവിച്ച കഥന കഥകൾ കേട്ട് മനസ്സിടിഞ്ഞു പോയ സൂര്യവതി രാജ്ഞിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിരുന്നു രാജകീയ സദസ്യനായ സോമദേവൻ പലപാട് കഥകൾ ചമച്ചത്. അതാണ് കഥാസരിത് സാഗരം എന്ന പേരിൽ നമ്മുടെ മുമ്പിലുള്ളത്. അറബി കഥകൾക്കും ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. അത് ബാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ഷെർസാദ് മരണത്തിന്റെ മുനമ്പിൽ നിന്നാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം ഇതിലേക്ക് കടന്നു വരുന്നത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പഴുതുകൾ അന്വേഷിച്ച് കൊണ്ടുള്ള തത്രപ്പാടുകളിലാണ് 1001 രാവുകൾ ഇതൾ വിടരുന്നത്. ജാതക കഥകൾക്കും വിക്രമാദിത്യൻ കഥകൾക്കും ദശകുമാര ചരിതത്തിനും തത്ത പറഞ്ഞ കഥകൾക്കും വടക്കൻ പാട്ടിലെ കഥകൾക്കും ഇതേ മട്ടിലുള്ള പരിവേഷമുണ്ട്. കഥയ്ക്കുള്ളിലെ കഥകളാണ് എല്ലാം, അല്ലെങ്കിൽ ജീവിതത്തിനുള്ളിലെ ജീവിതങ്ങളാണ് എന്നും പറയാം. ചുരുക്കത്തിൽ മനുഷ്യകുലത്തിന്റെ ചരിത്രവുമായി ഇഴപിരിയാതെ നടന്നു കയറുകയായിരുന്നു നമ്മുടെ കഥയും. മധ്യകാലങ്ങളിൽ ഭാരതേതര സാഹിത്യത്തിലും ഇത്തരം കഥകൾ അനേകമുണ്ടായി. യവന കഥകൾ, ഈജിപ്തിലെ മാന്ത്രിക കഥകൾ, ബാബിലോണിയൻ കഥകൾ, ബൈബിൾ പഴയ നിയമത്തിലെ കഥകൾ, ഫ്രഞ്ച് കഥകൾ, ചൈനീസ് കഥകൾ തുടങ്ങിയവ. അപ്പോഴും ഭാരതീയ കഥകൾ ഇതര രാജ്യങ്ങളിലെ കഥാസമ്പത്തിലും തെല്ല് മുകളിലായിരുന്നു. ലോകമൊട്ടാകെയുള്ള കഥകളുടെ നെടുനായക സ്ഥാനം ഏറ്റെടുക്കാൻ മാത്രം കെൽപ്പും ഭാരതീയ കഥകൾക്ക് അന്നേ ഉണ്ടായിരുന്നു. കാൻറ്റർബറി കഥകൾക്കും ഡെക്കാമറോൺ കഥകൾക്കും മുകളിലായിരുന്നു ഉപനിഷത്ത് കഥകളും പഞ്ചതന്ത്രം കഥകളും. ഇവയുടെ വൈപുല്യവും വൈവിധ്യവും പൗരസ്ത്യ കഥകൾക്ക് മാത്രമല്ല പാശ്ചാത്യ കഥകൾക്ക് പോലും മാതൃകയായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ മധ്യകാലത്തിന് മുമ്പുള്ള ഒരു സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭാരതീയ കഥകളുടെ അടുത്തെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയും ഇതര പൗരസ്ത്യ ദേശത്തുള്ള കഥകൾക്കോ പാശ്ചാത്യ ദേശത്തുള്ള കഥകൾക്കോ സാധിച്ചിരുന്നില്ല എന്നുള്ളത് കഥയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. ഈ പ്രാചീന കഥകളിൽ ചിലതെങ്കിലും ഇന്നത്തെ ചെറുകഥയുടെ മാതൃകകളോട് അടുത്തു നിൽക്കുന്നവയായിരുന്നു. എങ്കിലും അത്തരം കഥകൾക്കെല്ലാം ഏകമുഖമായ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുമ്മാ ഒരു കഥ പറയുക എന്നത് മാത്രം. ആ കഥയിലൂടെ രസിപ്പിക്കുക, ചിലപ്പോൾ ദുഃഖിപ്പിക്കുക, കരയിപ്പിക്കുക, മറ്റു ചിലപ്പോൾ വിഭ്രമിപ്പിക്കുക, അപൂർവമായി മാത്രം ചിന്തിപ്പിക്കുക. അല്ലാതെ ഘടനാപരമായി ഏതെങ്കിലും വ്യത്യസ്തത പുലർത്താൻ കഥകളോ സ്രഷ്ടാക്കളോ ശ്രമിച്ചില്ല. മാത്രമല്ല, അന്നത്തെ കഥകളുടെ രൂപം ശ്ലോകങ്ങളിലായിരുന്നു. കഥയെ ഉൾക്കൊള്ളിച്ചൊരു ശ്ലോകം പടച്ചുണ്ടാക്കുക, അതിൽ നിന്നൊക്കെ തെന്നിമാറി ആധുനിക കഥകൾക്ക് മാതൃകകളാവാൻ 1001 രാവുകൾക്കും എക്സ്റ്റംപററി നോവലിലേക്കും ഹെപ്റ്റാമറോൺ കഥകൾക്കും കഴിഞ്ഞു എന്നതാണ് കഥാചരിത്രത്തിൽ മങ്ങലേൽക്കാത്ത പ്രസക്തി ഈ കൃതികൾക്ക് ഉണ്ടാകാൻ കാരണം. കഥയുടെ അനേക രൂപങ്ങൾ പിന്നീടും വന്നും പോയുമിരുന്നു. ഗദ്യവും പദ്യവും മാറി മാറി പരീക്ഷിക്കപ്പെട്ടു. ഹരികഥയിലും ചാക്യാർകൂത്തിലും കൂടിയാട്ടത്തിലും കഥയുടെ വിവിധ രൂപങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. കലാരൂപങ്ങൾക്കെല്ലാം കഥയുമായി ഗോത്രബന്ധമുണ്ടെന്നുള്ളതാണ് ഇതിന് കാരണം. ഒരു കഥ സങ്കല്പിക്കാതെ കവിത പോലും എഴുതപ്പെടാൻ വയ്യാത്ത സ്ഥിതിക്ക് കഥയുടെ അപ്രമാദിത്യം സാഹിത്യ രൂപങ്ങളുടെ അന്തർവാഹിനികളായി മാറുന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ. എമ്പാടുമുള്ള കഥയെഴുത്തുകാർ രൂപപരമായ പരീക്ഷണങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു. അമേരിക്കയിൽ അലൻ പോ, നഥാനിയൽ ഹാത്തോണ്, വാഷിംഗ്ടൺ ഇർവിൻ തുടങ്ങിയവർ, റഷ്യയിൽ ചെക്കോവും പുഷ്കിനും ഗോഗോളും തർജനീവും, ഫ്രാൻസിലാവട്ടെ ബെൽസാക്ക്, ഫ്ലോബർ, മോപ്പസാങ് എന്നിവർ, ഇവരെല്ലാവരും കൂടി ചെറുകഥയുടെ പൊതുവഴിയിൽ സന്ധിക്കുകയായിരുന്നു. അതോടെ ആധുനിക ചെറുകഥയുടെ രൂപം ഉരുത്തിരിഞ്ഞു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചെറുകഥയെ നിർവചിക്കാമെന്നായി. മൗലികമായ ഒരു ഘടനയുമായി ചെറുകഥ വിശേഷപ്പെട്ട സാഹിത്യ രൂപമായി സ്ഥാനം പിടിച്ചപ്പോൾ എഴുത്തുകാരും വായനക്കാരും ഒരു കാര്യം മനസ്സിലാക്കി: ചെറുകഥ എന്നത് ചെറിയ കഥയല്ല, ആദ്യമധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥ പറഞ്ഞ് രസിപ്പിക്കലുമല്ല. ഇക്കാര്യത്തെക്കുറിച്ച് കഥയും ചെറുകഥയും എന്ന് പറഞ്ഞിട്ട് ആത്മാവിൻ്റെ മുറിവുകൾ എന്നതിൽ തോമസ് മാത്യു സാറിൻ്റെ ഒരു അധ്യായം തന്നെയുണ്ട്. അത് വായിക്കുമ്പോൾ കുറേ കൂടി വിപുലമായിട്ട് പാശ്ചാത്യ കഥകളും ബന്ധപ്പെടുത്തിയിട്ട് ഇദ്ദേഹം
ഒരു പുതിയ സിദ്ധാന്തം തന്നെ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. എന്താണ് ഈ കഥയും ചെറുകഥയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതിന്. അതിൻ്റെ രൂപം മറ്റ് കഥാഖ്യാന രൂപങ്ങളിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്ന ഒന്നാണ്. ധ്വനിസാന്ദ്രമായി ഒരൊറ്റ വാക്കോ ആശയമോ വാക്യമോ അധികമാകാതെ ഒന്നുമേതും മുഴച്ചു നിൽക്കാതുള്ള ഒരു ദാരുശില്പമാണ് കഥ. കഥാതന്തുവും ഭാവവും വെണ്ണയിലെ നെയ്യാണ്, പാൽപ്പാട പോലുമല്ല എന്നുള്ള ഒരു സിദ്ധാന്തത്തോടു കൂടിയാണ് ചെറുകഥ കടന്നു വരുന്നത് സാഹിത്യരൂപമായിട്ട്. ആവിഷ്കരണത്തിന്റെ എല്ലാ തലത്തിലും അതീവ ജാഗ്രത പാലിക്കേണ്ട അത്യന്തം മികവേറിയ ഒരു സാഹിത്യരൂപം. അതിന് ഇതര സാഹിത്യ രൂപവുമായി കുടുംബ ബന്ധങ്ങളൊന്നുമില്ല. കഥയുടെ വലിയേട്ടനാണ് നോവൽ എന്ന ധാരണ അതോടെ തിരുത്തപ്പെടുകയും ചെയ്തു. ചെറുകഥയും നോവലും ആന്തരികമായി കഥയുമായി ജൈവബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും സാഹിത്യരൂപം എന്ന നിലയ്ക്ക് കൂട്ടിത്തൊടാൻ പറ്റാത്ത രണ്ട് ജാതി വ്യവസ്ഥകൾ എപ്പോഴും പാലിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബ്രാൻഡൻ മാത്യൂസിന്റെ ദ ഫിലോസഫി ഓഫ് ഷോർട്ട് സ്റ്റോറി പ്രസിദ്ധീകൃതമായതോടെയാണ് ആധുനിക ചെറുകഥയുടെ നിർവചനത്തിന് കുറെ കൂടി സുതാര്യത കൈവന്നത്. ഈ എസ്സേ 1841 സാറ്റർഡേ റിവ്യൂവിൽ പ്രസിദ്ധീകൃതമാകുന്നത്. പക്ഷേ ഇത് പുസ്തകമാകുന്നത് 1900 അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഫിലോസഫി ഓഫ് ഷോർട്ട് സ്റ്റോറി വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി പാശ്ചാത്യ രാജ്യങ്ങളിൽ. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടാണ് കഥയുടെ ഏതാണ്ട് ഒരു മാതൃക, ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിന്റെ ഏതാണ്ട് ഒരു മാതൃക പാശ്ചാത്യ സാഹിത്യത്തിൽ രൂപീകൃതമാകുന്നത്. നിർവചിക്കാൻ കഴിയാതെ സ്വച്ഛന്തത കൽപ്പിച്ച കഥകൾ ക്രമേണ ചിട്ടപ്പെടുത്തിയ ചട്ടക്കൂടിൽ ഒതുങ്ങാനൊരുങ്ങി. അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രമാക്കി ചെറുകഥയുടെ രൂപഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അനേകം ഗൈഡുകൾ പുറത്തിറങ്ങുകയും ചെയ്തു. എന്നാൽ ഓരോ പുതിയ കഥ വെളിച്ചത്തിലെത്തുമ്പോഴും ഗൈഡിൽ പറഞ്ഞ സിദ്ധാന്തങ്ങൾ അപ്രസക്തമാകുന്നതും കാണാൻ കഴിഞ്ഞു. കഷ്ടിച്ച് 2 നൂറ്റാണ്ടിന്റെ ആയുസ്സുള്ള പാശ്ചാത്യ കഥാസാഹിത്യ രൂപത്തിലും ഭാവത്തിലും അത്രയേറെ പരീക്ഷണങ്ങളിലൂടെ അതിനിടയിൽ കടന്നു പോവുകയും ചെയ്തു. മധ്യകാലത്തിന്റെ ഒലിപ്പുള്ള വിളവെടുപ്പിന് ശേഷം ഭാരതീയ കഥയൊന്ന് തളരുക തന്നെ ചെയ്തു. ലോകത്തിന് തന്നെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഭാരതീയ കഥാകാരന്റെ നാവ് കുഴഞ്ഞു. വെളുത്തവന്റെ അധിനിവേശത്തിൽ അമ്പരന്നു പോയ ഒരു ജനസമൂഹത്തിന് കെട്ടിച്ചമക്കാനുള്ള കഥകൾ ഇല്ലാതായി. അവന്റെ ജീവിതം തന്നെ മുഴുനീള കഥയായി മാറുകയായിരുന്നു. കഥയുടെ ഉറവ പറ്റാൻ ഇതൊരു കാരണം മാത്രമായിരിക്കാം. പക്ഷെ ഒന്നുണ്ട്, ലോകകഥയിൽ അമേരിക്കൻ കഥകൾ മൂപ്പെത്തി പുറത്തെത്തിയിട്ടും മലയാള കഥ പ്യൂപ്പദശയിൽ തന്നെ പിന്നെയും ഏറെക്കാലം കിടക്കേണ്ടി വന്നു. ഒരു 3/4 നൂറ്റാണ്ട് കാലം താണ്ടേണ്ടി വന്നു ലക്ഷണമൊത്ത മലയാള കഥ പുറത്തു വരാൻ. 1891 വാസനാവികൃതി വിദ്യാവിനോദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും ഭാരതീയ കഥാസാഹിത്യം സുഷുപ്തിയിൽ തന്നെ കിടന്നു. ഹിന്ദിയിൽ ഒരു കഥ പിറവി കൊള്ളാൻ പിന്നെയും 10 വർഷമെടുത്തു. 1900 ഹിന്ദിയിൽ ആദ്യത്തെ കഥ പുറത്തു വരുന്നത്. പാശ്ചാത്യ കഥാസാഹിത്യത്തിന് മുന്നിൽ ഭാരതീയ കഥാസാഹിത്യം അന്തം വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ച കാണായി. തങ്ങളുടെ തന്നെ കഥാപ്രപഞ്ചം മുന്നംപിക്കാതെ പാശ്ചാത്യ കഥാസാഹിത്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ഭാരതീയ കഥാകാരന്മാരിൽ ഏറിയ കൂറും അവലംബിച്ചത്. അതായത് ഈ ഒരു ഇടവേളയിൽ ഭാരതീയ കഥാപാരമ്പര്യത്തെ മറന്നുകൊണ്ടുള്ള ഒരു നീക്കം നമ്മുടെ സാഹിത്യകാരന്മാർ നടത്തുകയും അവർക്ക് പാശ്ചാത്യ കഥകൾ മാതൃകകളായിട്ട് ആ ഒരു കഥയുടെ ചുവട് വെച്ചിട്ട് പിന്നീട് കഥകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മലയാളത്തിലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യകാല ചെറുകഥകളുടെ ഘടന നീണ്ടതും അതേസമയം അയഞ്ഞതുമായി പോയത്. ഇപ്പോഴും ലോകകഥയിലേക്ക് ഇറങ്ങുമ്പോൾ ഇക്കാര്യം വ്യക്തമാകും. ഈ ഇന്ത്യയിൽ നിന്ന് എഴുതുന്ന പല പാശ്ചാത്യ എഴുത്തുകാരുണ്ട്. ഇപ്പൊ അഖിൽ ശർമ്മ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് ന്യൂയോർക്കിൽ താമസിച്ചിട്ട് വളരെ പ്രശസ്തമായ ഏതാനും കഥകൾ എഴുതിയിട്ടുണ്ട്. പ്രോസ്പെരിറ്റി, കോസ്മോപോളിറ്റൻ പോലുള്ള കഥകൾ. ഈ കഥകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു ബഷീറിന്റെ ഒരു നോവൽ പോലെ അല്ലെങ്കിൽ ലഘു നോവൽ പോലെ അത്രയും നീണ്ട കഥകൾ മാത്രമേ ശർമ്മയെ പോലുള്ളവർ എഴുതുന്നുള്ളൂ. അതായത് ഇപ്പോഴും അവരുടെ കഥയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ അയഞ്ഞതും നീണ്ടതുമായ ഒരു ഘടനയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ബ്രാൻഡൻ മാത്യൂസോ എഡ്ഗാർ അലൻ പോ, M.B. പോളോ പറഞ്ഞതിന് വിരുദ്ധമായി ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന കഥകൾ ഇപ്പോഴും പാശ്ചാത്യ സാഹിത്യത്തിൽ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കുന്നുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാ മാസികയായ കഥാകൗമുദിയിൽ പ്രസിദ്ധീകൃതമായ ഒരു കഥയെക്കുറിച്ച് പത്രാധിപരായ E.V. കൃഷ്ണപിള്ള രേഖപ്പെടുത്തിയ ഒരു കാര്യം ശ്രദ്ധിക്കുക. K.V. ശങ്കരൻ നായർ എന്ന MA വിദ്യാർത്ഥിയാണ് കഥാകൃത്ത്. 40 പേജ് വരുന്നൊരു കഥയായിരുന്നു കൃഷ്ണപിള്ളയുടെ കയ്യിലെത്തിയത്. കഥാഗതിക്ക് യാതൊരു മാറ്റവും വരുത്താതെ ഒരക്ഷരം കൂട്ടിച്ചേർക്കാതെ ആവശ്യമില്ലാത്തതെല്ലാം വെട്ടിച്ചുരുക്കി 1.5 പേജിലാണ് ആ കഥ പ്രസിദ്ധീകരണം ചെയ്തത്. ഇതിനെക്കുറിച്ചിട്ട്
ഈ കുറി ഭാഷാഭൂഷണിൽ ഇത് പഴയ ചരിത്രം പറയുമ്പോൾ കഥാകൗമുദിയുടെ ഒരു ചരിത്രം അവസാനത്തെ പേജിൽ പറഞ്ഞു വന്നിട്ടുണ്ട്. ആവശ്യമില്ലാതെ വാരി വലിച്ചെഴുതി ചെറുകഥ എന്ന സാഹിത്യ രൂപത്തെ വഷളാക്കുന്നവരെ ചില നൂതന പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് EV ഇങ്ങനെ ചെയ്തത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. പാശ്ചാത്യന്റെ കഥാഘടനയാണ് ശങ്കരൻ നായരെയും വെട്ടിൽ വീഴ്ത്തിയത്. അത്തരത്തിലുള്ള ദൈർഘ്യമേറിയ ഒരു കഥ എഴുതുക എന്നതേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ EVയുടെ കയ്യിലെത്തിയപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് 40 പേജിൽ നിന്ന് 1.5 പേജാക്കി മാറ്റി പ്രസിദ്ധം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ തീമിൽ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല, ഒരു അക്ഷരം കൂട്ടിച്ചേർത്തിട്ടില്ല. അത് ആവശ്യമില്ലാതെ മുഴുവനും അങ്ങോട്ട് പേജ് വൈസായിട്ട് വെട്ടിമാറ്റി എന്ന് മാത്രമേ EV ചെയ്തുള്ളൂ എന്നുള്ളതാണ്. ഇതേ സമയം പാശ്ചാത്യ സാഹിത്യത്തിന്റെ ശീതളഛായയിൽ നിന്ന് ഊരിപ്പോരാനുള്ള ശ്രമവും ആദിമഘട്ടത്തിൽ തന്നെ മലയാള കഥാകാരന്മാർ ശ്രമിച്ചു എന്നതിനും തെളിവുണ്ട്. അവിടെയാണ് മലയാള കഥയുടെ പ്രസക്തി എന്താണെന്ന് നാം ബോധ്യപ്പെടേണ്ടത്. കാരൂരിലും ബഷീറിലും പത്മനാഭനിലും മാധവിക്കുട്ടിയിലും ഈ പരിശ്രമങ്ങളുടെ സത്ഫലങ്ങൾ കാണാൻ കഴിയുകയും ചെയ്തു. ഇവരെ ഞാനൊരു റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിലാണ് ഈ 4 കഥാകൃത്തുക്കൾ എടുക്കുന്നത്. അതായത് മലയാള കഥകളുടെ ഒരു മാതൃകകളായിട്ട് അത് വളരെ ചുരുക്കിക്കൊണ്ട് ഈ 4 കഥാകൃത്തുക്കളായിരുന്നു മലയാള കഥയ്ക്ക് നൂതനമായൊരു സരണി. പാശ്ചാത്യന്റെ കഥകളെ അനുകരിക്കാതെ കണ്ട് എങ്ങനെയാണ് മലയാള കഥ, അതിന് മറ്റൊരു പാരമ്പര്യമുണ്ട്. ഭാരതീയ കഥകളുടെ പാരമ്പര്യത്തിന്റെ ചുവട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് തങ്ങളുടേതായ ഒരു മലയാള കഥ രൂപീകരിക്കാമെന്ന് സ്ഥാപിച്ചെടുത്ത 4 വളരെ പ്രകൃഷ്ടരായ കഥാകൃത്തുക്കളെ ഞാനിവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിന് പുറകിൽ ഒരുപാട് ആൾക്കാർ ഉണ്ട്. ആവശ്യത്തിന് കൂട്ടിച്ചേർക്കുകയും കുറക്കുകയും ഒക്കെ നിങ്ങൾക്കാവാം. അസ്വാതന്ത്ര്യത്തിൻ്റെയോ അധവർണത്തിൻ്റെയോ വിലക്കുകൾ പൊഴിഞ്ഞു വീഴുകയും മലയാള കഥ ഏറ്റവും ജീവത്തായ ഒരു സാഹിത്യ രൂപം എന്ന നിലയിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി അതോടെ സമ്പാദിക്കുകയും ചെയ്തു. ഇപ്പോഴും നമുക്ക് മലയാള കഥ എന്ന് പറഞ്ഞാൽ ഈ പാശ്ചാത്യന്റെ കഥയുമായിട്ട് ബന്ധപ്പെടുത്താതെ കണ്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം, എന്നിട്ടും കഥ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എന്നിട്ടും പരീക്ഷണങ്ങൾക്ക് കുറവില്ലായിരുന്നു. രൂപത്തിൽ മാത്രമല്ല ഉള്ളടക്കത്തിലും മലയാള കഥ പുതിയ പാതകൾ തേടുന്ന കാഴ്ച നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ചെറുകഥയുടെ ആദ്യ പിതാക്കൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി എഴുതപ്പെട്ട കഥകളെ കാലം തല്ലി വീഴ്ത്തുന്ന കാഴ്ചയും കാണുന്നുണ്ട്. രൂപപരമായി അച്ചടക്കം പാലിക്കാതെ ഒന്നും ചെറുകഥാ സാഹിത്യത്തിന്റെ മാതൃകകളായി അംഗീകരിക്കാതെ നിലവന്നു. കഥാഖ്യാനത്തിന്റെ അനന്ത സാധ്യതകൾ നോവലിന് നൽകി ചെറുകഥയെ ഏകാഗ്രബന്ധുരമാക്കാൻ ഓരോ നല്ല കഥയെഴുത്തുകാരനും ശ്രമിച്ചു. ചെറുകഥ അതിന്റെ എല്ലാ വർണ്ണപ്പൊലിമയോടും സ്വത്വബലത്തോടും കൂടി നിലനിൽക്കുമ്പോഴും പുതിയ നിർവചനത്തിനായുള്ള കുതിപ്പും ഒപ്പം നിർവഹിച്ചു. ഓരോ എഴുത്തുകാരനും ഓരോ നിയമം കഥയിൽ പരിപാലിച്ചു തുടങ്ങിയപ്പോൾ ലാവണ്യ നിയമങ്ങൾ പലതും മാറിമറഞ്ഞു. ഭാവുകത്വത്തിന്റെ പുതിയ ആകാശങ്ങൾ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കാൻ മാത്രമുള്ള വളർച്ച അതോടെ മലയാള ചെറുകഥയ്ക്ക് കരഗതമാവുകയും ചെയ്തു. ഒരു സ്വയം നവീകരണ തന്ത്രം ചെറുകഥ എന്നെന്നും കൈക്കൊണ്ടു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇതര സാഹിത്യ രൂപങ്ങൾക്ക് സംഭവിച്ചു പോയ കാറ്റുവീഴ്ച ചെറുകഥയെയും നമ്മുടെ ചെറുകഥയെയും ബാധിക്കുമായിരുന്നു. നമ്മുടെയൊക്കെ ഭാഗ്യം ചെറുകഥ ഇപ്പോഴും 17 തികച്ചില്ല എന്ന പരുവത്തിൽ നിൽക്കുന്ന സുന്ദരി തന്നെയാണ്. നന്ദി. കഥയുടെ വർത്തമാനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ VR സുധീഷിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിനെ തകർത്ത സെനഗലാണ് പുതിയ കഥ. സിദാനെ മാറ്റി നിർത്തി അഹങ്കാരിയായ ഒരു കോച്ച് ഉദ്ധതവീര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഇന്നലെ കൊറിയയുടെ കളിക്കളത്തിലിറങ്ങുകയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ വന്ന ചുണക്കുട്ടികൾക്ക് മുന്നിൽ തോറ്റുപോവുകയും ചെയ്തു. ഫുട്ബോളിൽ നിന്ന് കഥക്ക് പലതും പഠിക്കാനുണ്ട്. ഫുട്ബോളിൽ നിന്ന് കഥാകൃത്തുക്കൾ പലതും പഠിച്ചിട്ടുമുണ്ട്.
ഒഴിഞ്ഞ ഗോൾ പോസ്റ്റിൽ കഥയിൽ ഗോളടിക്കുന്നവരുണ്ട്, ഭാഷയിൽ ഡ്രിബ്ലിംഗ് നടത്തുന്നവരുണ്ട്, ഭാഷയിൽ ക്രോസ് കട്ടിങ് നടത്തുന്നവരുണ്ട്, ഗോൾ പോസ്റ്റിൽ പൊരുന്നയിരിക്കുന്നവരുണ്ട്, മൈതാനങ്ങളിൽ നിറഞ്ഞു കളിക്കുന്നവരുണ്ട്, നിയമം തെറ്റിക്കുന്നവരുണ്ട്, നിയമങ്ങളെ അനുസരിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ പലതും. നാം ഒരു ഫുട്ബോൾ ജ്വരത്തിൻ്റെ കാലത്തിലാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു പന്ത് ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു. അതും ഒരു കഥയാണ്. അതിനിടയിൽ ഇവിടെ നാം പുതിയ കഥയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു 15 നിമിഷം ചിന്തിച്ചു പോകും. പഴയ കാലത്തെ പോലെ കഥക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രസക്തി ഒന്നുമില്ല. കഥ എന്നുള്ളത് ഏത് വ്യവഹാരത്തിലും സംഗതമായിരിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ പെരുക്കങ്ങളിലൊക്കെയും പല രൂപങ്ങളിൽ, പല രീതികളിൽ കഥയുണ്ട്. പണ്ട് കഥ എന്നുള്ളത് വിശുദ്ധവൽക്കരിക്കപ്പെട്ട ഒരു രൂപമായിരുന്നു. അതിന് വല്ലാത്ത ഒരു പാതിവൃത്യം ഉണ്ടായിരുന്നു. ആ പാതിവൃത്യമൊക്കെയും ഇന്ന് നഷ്ടപ്പെട്ടു പോയി. പുതിയ കാലഘട്ടത്തിൻ്റെ ബഹുരൂപിയായ, പുതിയ കാലഘട്ടത്തിൻ്റെ നാനാമുഖമായ സ്വഭാവങ്ങളിൽ കഥ കലങ്ങിപ്പോയി. അങ്ങനെ ഈ കഥയുടെ കലക്കത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു പുതിയ രൂപത്തെ പിടിച്ചെടുക്കുവാൻ, ഒരു പുതിയ ഏകാന്തത അന്വേഷിക്കുവാൻ, ഒരു പുതിയ സാഹിത്യ രൂപത്തിന് പണിപ്പെടുവാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു കഥയുടെ ജനാധിപത്യ യുഗമാണ്. ഇത് കവിതയുടെയും ജനാധിപത്യ യുഗമാണ്. 70-കൾക്ക് ശേഷം മലയാളത്തിൽ ധാരാളം കഥാകൃത്തുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. 70-കൾക്ക് ശേഷം മലയാളത്തിൽ ധാരാളം കവികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ അയ്യപ്പ പണിക്കരുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിക്കുന്ന കവിത എന്നുള്ള ആ ഒരു പ്രസിദ്ധീകരണം നോക്കിയാൽ മതി. അതിൽ 600ഓളം കവികളാണുള്ളത്. ഈ 600ഓളം കവികളെ നാം എവിടെയും കേട്ടിട്ടില്ല. അവർ പുതിയ എവിടെയോ ഏതോ സ്വകാര്യതയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കവികളാണ്. അത്രയേറെ കഥാകൃത്തുക്കൾ, ഒരുപക്ഷെ അതിലുമേറെ കഥാകൃത്തുക്കൾ ഇവിടെ ഉണ്ട് എന്നാണ് ശരിയായ യാഥാർത്ഥ്യം. ഈ കഥകൾ പുതിയ കാലത്തിൻ്റെ ബഹുസ്വരതയിൽ എഴുതപ്പെടുന്ന കഥകളാണ്. ഇത് കഥയുടെ എളുപ്പത്തെയും അതേസമയം തന്നെ കഥയുടെ പ്രയാസത്തെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. ഇന്ന് കഥ എഴുതാൻ എളുപ്പമാണ് എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്, ഇന്ന് കഥ എഴുതാൻ പ്രയാസമാണ് എന്നുമുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ഇത് രണ്ടും സത്യമാണ്. പുതിയ കാലത്തിൻ്റെ വിവര സാങ്കേതികത്വം കഥയെ വളരെയേറെ എളുപ്പമാക്കി തീർക്കുന്നു. ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഒരു കഥ വായിക്കാം എന്നുള്ളൊരു നിലപാടിൽ ഒരു വായനക്കാരൻ എത്തിച്ചേരുന്നു. ഒരു ഇൻഫർമേഷൻ വെച്ച്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെയോ ഇൻ്റർനെറ്റിൻ്റെയോ ഗൈഡ് വെച്ച് ഒരു കഥ എഴുതാം എന്ന് ഒരു കഥാകൃത്ത് തീരുമാനിച്ചാൽ ചിലപ്പോൾ ആ കഥാകൃത്തിന് അത് എളുപ്പത്തിൽ സാധിച്ചു എന്ന് വരും. അല്ലെങ്കിൽ ഒരു ഭാവനാശാലിയായ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഭാവനയില്ലെങ്കിലും അയാൾക്കത് സാധ്യമായി എന്ന് വരും. ഇത്തരം ഒരുപാട് പ്രയാസങ്ങളോട് മല്ലിട്ടുകൊണ്ടാണ്, ഇത്തരം ഒരുപാട് യാഥാർത്ഥ്യങ്ങളോട് ഇടഞ്ഞുകൊണ്ടാണ് എവിടെയോ ഒരു കഥാകൃത്ത് പുത്രകാമേഷ്ടി പോലെയോ അല്ലെങ്കിൽ കലശം പോലെയോ അല്ലെങ്കിൽ മുതല പോലെയോ ഉള്ള ഒരു കഥ എഴുതുന്നത്. അതാണ് പുതിയ കഥയുടെ വർത്തമാനം. അതിന് ഉത്തരാധുനികമായ ഒരു സാങ്കേതികത്വവുമില്ല. അതിന് ദറീദയുടെയോ ലഖാൻ്റെയോ ഒരു ഭാഷ്യവുമില്ല. അവർ തങ്ങളുടെ സ്വന്തം യാഥാർത്ഥ്യത്തെ പ്രകാശിപ്പിക്കുന്നു. സമീപകാലത്ത് ഒരു വായനക്കാരൻ ഒരു വാരികയിൽ ഒരു കത്തെഴുതുകയുണ്ടായി. ഇപ്പോഴത്തെ പല എഴുത്തുകാരും ഞാൻ എന്ന് അധികമായി ഉപയോഗിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് എന്ന്. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഈ കലക്കക്കാലത്തിൽ, ഈ കാലക്കലക്കത്തിൽ എല്ലാവരും അവനവനെയാണ് പ്രകാശിപ്പിക്കുന്നത്. അപ്പം അവനവനെ പ്രകാശിപ്പിക്കുവാൻ, അവനവനിലെ ഈ ഞാനിനെ എടുത്തുയർത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ ഞാൻ എവിടെയോ അഗണ്യകോടിയിൽ തള്ളപ്പെടുകയാണ്. ഈ ഞാൻ എവിടെയോ അന്യവൽക്കരിക്കപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ കാലത്തിൽ പുതിയ രീതിയിൽ ഈ അന്യവൽക്കരണം തിരിച്ചു വരികയാണ്. വീണ്ടും ഫുട്ബോളിലേക്ക് ഒരു സന്ദർഭത്തിലേക്ക് കടക്കട്ടെ. സ്പെയിനിലെ റൗൾ എന്ന ഒരു നല്ല കളിക്കാരനോട് അടുത്ത കാലത്ത് BBC ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഒരു ഫിഗോവോ അല്ലെങ്കിൽ ഒരു സിദാനോ ആകുമോ എന്ന്. അപ്പോൾ റൗൾ വളരെ വിനയാന്വിതനായിട്ട് പറഞ്ഞൊരു മറുപടി, സിദാനയും ഫിഗോയും മഹാന്മാരായ കളിക്കാരാണ്. അവരുടെ അടുത്ത് എനിക്ക് എത്തിപ്പെടുവാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ അതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കൂ, അന്ന് ഞാൻ ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാന്നുള്ളതാണ്. എന്ത് വിനീതമായ, എന്ത് അർത്ഥവത്തായ, എന്ത് ബുദ്ധിപരമായ മറുപടി. നമ്മുടെ ഒരു എഴുത്തുകാരനോട് ഇങ്ങനെ ചോദിക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു മുതിർന്ന ഒരു എഴുത്തുകാരനോട് ചോദിക്കണം. നിങ്ങൾ ഉടനെ അയാൾ പറയും, ഞാൻ തന്നെയാണ് റൗൾ, എനിക്ക് ശേഷം ഒരാളും ഉണ്ടാവില്ല, ഞാൻ തന്നെയാണ് ചക്രവർത്തി എന്ന് അയാൾ പറയും.
ഇതാണ് പുതിയൊരു കാലത്തിൻ്റെ സ്ഥിതി. ഈ എഴുത്തുകാർക്ക് ഈ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഈ എഴുത്തുകാർക്ക് ഈ ഒരു ആത്മവീര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ ആത്മവീര്യം നഷ്ടപ്പെട്ടു പോയ എഴുത്തുകാരെ കാലഘട്ടത്തിലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നത്. പണ്ട് സിനിമാ നോട്ടീസിലൊക്കെ കഥയുണ്ടായിരുന്നു, കഥാസാരങ്ങളുണ്ടായിരുന്നു. അന്ന് കാലത്തിൽ ഈ കഥ എന്നുള്ളതിനെ അർത്ഥപ്പെടുത്തുകയാണ്, കാലത്തിൽ കഥ എന്നുള്ളതിനെ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ കഥ എന്നുള്ളത് അടയാളപ്പെട്ട് വേറെ ഒരു സ്ഥലത്ത് കാണും. ഇന്ന് നമ്മൾ അങ്ങനെ കഥയെ അങ്ങനെ അടയാളപ്പെട്ട് എവിടെയും കാണുന്നില്ല, അർത്ഥപ്പെട്ട് എവിടെയും നമ്മൾ കഥയെ കാണുന്നില്ല. നമ്മുടെ കഥ തന്നെ ജീവിതമായിട്ട് മാറിയിരിക്കുന്നു, കഥ തന്നെ കാലമായിട്ട് മാറിയിരിക്കുന്നു. ഈ കഥാകാലത്തിൽ തൻ്റെ ഒറ്റപ്പെട്ട സ്വരം കേൾപ്പിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം കഥാകൃത്തുക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ കൂട്ടത്തിലാണ് സുഭാഷ് ചന്ദ്രനും അതുപോലെ സന്തോഷ് എച്ചിക്കാനവും കെ.എ. സെബാസ്റ്റ്യനും സിതാരയും രാമചന്ദ്രനും ഒക്കെ ഹരിദാസ് കരിവള്ളൂരും ഒക്കെയും. അവരുടെ പുതിയ പുസ്തകങ്ങൾ റിലീസ് ചെയ്യുന്ന ഈ വേളയിൽ എനിക്ക് ഇവിടെ സംസാരിക്കുവാൻ അവസരം തന്ന DC ബുക്സിന് നന്ദി പറയുന്നു. ഈ കഥാകൃത്തുക്കളൊക്കെ പറയുന്നത് കേൾക്കുവാനും ഈ കഥാകൃത്തുക്കൾ ഇനി ഇവിടെ അവതരിപ്പിക്കുന്ന കഥകൾ കേട്ട് അത്ഭുതപ്പെടുവാനും അതൊക്കെ കണ്ട് ഇനിയുള്ള കാലമെങ്കിലും നല്ല കഥകൾ എഴുതി പഠിക്കുവാനും കുറച്ചുപേരൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു. നന്ദി. കഥാകൃത്തുക്കളുടെ ഏറ്റവും പുതിയ കഥ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് എൻ്റെ പുതിയ കഥ. ഈ പരിപാടിയിൽ ആദ്യമായി കഥ അവതരിപ്പിക്കാനായി ശ്രീ ഹരിദാസ് കരിവള്ളൂരിനെ ക്ഷണിക്കുന്നു. സദസ്സിന് വന്ദനം. കഥയുടെ പേര് മകൾ. അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് മനുഷ്യക്കുട്ടികളെ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ച ദിവസം ഒരു ഏപ്രിൽ 1-ാം തീയതി തങ്ങൾ ഓർഡർ ചെയ്ത കുട്ടിയെ ഏറ്റുവാങ്ങുന്നതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു ഡോക്ടർ റീനസും ഭാര്യ ലിറയും. ഇന്റർനെറ്റിലൂടെ ഉറപ്പിച്ച ബിസിനസ്സാണ്. പെൺകുട്ടിയുടെ ഫോട്ടോയും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നെറ്റിലൂടെ ലഭിച്ചിരുന്നു. കുട്ടിക്ക് 15 വയസ്സ് പ്രായം വരും. ക്ലോണിങ്ങിലൂടെ അതേ പ്രായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചതാണ്. ജനിതക പ്രശ്നങ്ങളില്ല. ലിറയും റീനസും വിവാഹിതരായപ്പോൾ ഒരു വ്യവസ്ഥയെ ഉണ്ടായിരുന്നുള്ളൂ: പ്രസവിക്കാതെ ഒരു കുട്ടിയെ വളർത്തണം. ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുക്കുവാൻ ആലോചിച്ചെങ്കിലും ഉപാധികളും നിബന്ധനകളും മൂലം അത് നടക്കാതെ വന്നു. അങ്ങനെയിരിക്കെയാണ് ഇന്റർനെറ്റിൽ ക്ലോണിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കുട്ടികളുടെ വിപണനം സംബന്ധിച്ച പരസ്യം വരുന്നത്. വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികളെ ഓർഡർ ചെയ്യാം. ഏപ്രിൽ 1-ാം തീയതി തന്നെ പ്രത്യേക വിമാനത്തിൽ കുട്ടികളെ എത്തിക്കുമെന്ന് കമ്പനി ഉറപ്പു നൽകി. മോണിറ്ററിൽ തെളിയുന്ന വാക്കുകൾക്കും ദൃശ്യങ്ങൾക്കും അപ്പുറം ജീവിതത്തോട് ഒരു ആശയവിനിമയവും പുലർത്താത്ത റീനസ് പതിവിന് വിപരീതമായി വളരെയധികം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതായി ലിറയ്ക്ക് തോന്നി. അവൾക്കും വളരെ സന്തോഷമുണ്ട്. കാറിൽ ഡോക്ടറുടെ മുഖത്തെ പ്രസരിപ്പ് നോക്കിയിരിക്കെ അവൾ ഒട്ടൊരു സംശയത്തോടെ ആരാഞ്ഞു: കുട്ടിക്ക് ഭാഷയുടെ പ്രശ്നം വല്ലതും? നീ അവളുടെ ബയോഡാറ്റ കണ്ടില്ലേ? അതിൽ ഭാഷയുടെ കോളം നോക്ക്, ഇംഗ്ലീഷ്. ഫോമിലെ പ്രിന്റ് നോക്കി ലിറ സമാധാനിച്ചു. പ്രോഡക്റ്റിന്റെ ഉൽപാദന ഘട്ടത്തിൽ തന്നെ ഭാഷ മസ്തിഷ്കത്തിൽ ഫീഡ് ചെയ്യുന്നു. ഒരിക്കൽ പോലും അത് മാറ്റാൻ സാധിക്കുകയില്ല. ഓരോ കസ്റ്റമറുടെയും ആവശ്യാനുസരണം അത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫ്രെയിമിൽ നിന്ന് വിട്ട് ചിന്തിക്കാനോ വികാരം കൊള്ളാനോ കുട്ടിക്ക് സാധിക്കുകയില്ല. ഇറ്റ്സ് എ പ്ലസ് പോയിന്റ്. നിഗൂഢമായ ഒരു ചിരി ഡോക്ടറിൽ നിന്ന് അടർന്നു വീണു. വിമാനമിറങ്ങിയ കുട്ടികൾ കമ്പനിയുടെ എംബ്ലം പ്രിന്റ് ചെയ്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവുമാരോടൊപ്പം നടന്നു വരുന്നത് കണ്ടപ്പോൾ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പ്രതീതിയുണ്ടായി. ടീഷർട്ടിലെ നമ്പർ തെളിഞ്ഞു കണ്ടപ്പോഴാണ് അയാൾ കുട്ടിയെ തിരിച്ചറിഞ്ഞത്. കമ്പനിയുടെ പേപ്പർ റെപ്രസെൻറ്റേറ്റീവിനെ ഏൽപ്പിച്ച് കുട്ടിയെ ഏറ്റുവാങ്ങുമ്പോൾ ശരിക്കും അമ്പരപ്പായിരുന്നു. പ്രകാശം തുളുമ്പുന്ന മുഖവും ശരീരവുമായിരുന്നു കുട്ടിക്ക്. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കാൻ വെമ്പുന്ന അവയവങ്ങളും കണ്ണുകളിലും കവിളുകളിലും മുദ്രിതമായ കുസൃതിയും. റെപ്രസെൻറ്റേറ്റീവ് പരിചയപ്പെടുത്തിയപ്പോൾ അവൾ റീനസിനെയും ലിറയെയും കെട്ടിപ്പുണർന്നു. ആ സമയം അവർക്ക് തീർത്തും അപൂർവമായ ഒരു സുഖാനുഭവമുണ്ടായി. പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ മിനുമിനുപ്പും മാർദ്ദവവും പുതുതായി പിറന്ന ഒരു കുഞ്ഞിൻ്റേതുപോലെയായിരുന്നു. പെൺകുട്ടി അവരെ ചുംബിച്ചു. കുസൃതി നിറഞ്ഞ കണ്ണുനീട്ടി അവരെ മോഹിപ്പിച്ചു. പെൺകുട്ടിയെയും കൂട്ടി കാറിലേക്ക് നടക്കുമ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഒരു നീണ്ട ബോക്സുമായി വന്നു.
ശവപ്പെട്ടിയുടെ രൂപമുള്ള ബോക്സിന് മഞ്ഞ നിറമായിരുന്നു. കുട്ടിക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നുമ്പോൾ ഈ ബോക്സ് തുറന്ന് ഇതിൽ വിശ്രമിക്കാൻ അനുവദിച്ചാൽ മതി. നിമിഷങ്ങൾക്കകം കുട്ടി ഫ്രഷ് ആവും. എന്നാലും കുട്ടിക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതെ നോക്കുക. ഞാൻ പറയുന്നത് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരിളം ചിരിയോടെ റെപ്രസെൻറ്റേറ്റീവ് പോയി. കാറിൽ പെൺകുട്ടിയെ എവിടെ ഇരുത്തണമെന്ന പ്രശ്നമായിരുന്നു ലിറയെ അലട്ടിയത്. റീനസിനും തനിക്കും ഇടയിലുള്ള സീറ്റിലോ അതോ തനിക്ക് ശേഷമുള്ള സൈഡ് സീറ്റിലോ? മധ്യഭാഗത്ത് തന്നെ അവൾക്ക് ഇരിപ്പിടം കൊടുക്കുവാൻ ഒടുവിൽ തീരുമാനിച്ചു. നമ്മൾ ഇരിക്കുന്ന ഇടം പോലും മനസ്സിൻ്റെ ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവ് ആ സമയം അവൾക്കുണ്ടായി. ആ ഒരു പ്രശ്നത്തിൽ ആ പെൺകുട്ടിയോടുള്ള തൻ്റെ സമീപനം വ്യക്തമാവുന്നുണ്ട്. ഡോക്ടർക്കും തനിക്കുമിടയിൽ ഇടം കൊടുക്കുമ്പോൾ ജീവിതത്തിലാകമാനം ആ ഇടം നിലനിൽക്കേണ്ടതുണ്ട്. തീർത്തും നിസ്സാരമായ അക്കാര്യത്തിൽ പോലും ആലോചിക്കേണ്ടി വന്ന താൻ സത്യമായും ആ പെൺകുട്ടിയെ സംബന്ധിക്കുന്ന ഒരു ഭയം ഉള്ളാലെ പേറുന്നുണ്ടെന്നും ലിറയ്ക്ക് തോന്നി. മകളെ ആലിംഗനം ചെയ്ത നിമിഷത്തിലെ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഡ്രൈവിങ്ങിനിടയിലും റീനസ്. ശൈശവത്തിൻ്റെ മാർദ്ദവവും കൗമാരത്തിൻ്റെ കുസൃതിയും യൗവനത്തിൻ്റെ ആവേശവും അതിൽ പ്രകടമായിരുന്നു. പ്രായം എന്ന സംജ്ഞയുടെ മാറ്റിമറിക്കലായിരുന്നു പെൺകുട്ടിയിൽ പ്രകടമായത്. യൗവനത്തിൻ്റെ ഒരു തിര തന്നെ പൊതിയുമ്പോഴും വാത്സല്യത്തിൻ്റെ ഒരു ആവരണം ധരിക്കാനാണ് റീനസ് ശ്രമിച്ചത്. പെൺകുട്ടി ഏതോ ഒരു ഗാനത്തിൽ ലയിച്ച് ഇരിക്കവേ അവളെ നോക്കി റീനസ് വിസ്മയിച്ചു. ഹോ, എന്തൊരു ഫിനിഷിംഗ് ടച്ച്! നിശബ്ദരായി നിൽക്കുന്ന ദമ്പതികളെ നോക്കി പെൺകുട്ടി പറഞ്ഞു, പപ്പ, മമ്മ, നിങ്ങളെന്താ ഒന്നും പറയാത്തത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിനാണല്ലോ ഞാൻ വന്നത്. ജീവിതം എത്ര രസകരമാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ സമയം ലിറ അവളുടെ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചു. ഏറ്റവും പുതിയ കാറിൻ്റെ ബോഡിയിൽ മുഖം ചേർക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മോളെ, ഞങ്ങളെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ? പിന്നെ എൻ്റെ ബ്രെയിൻ മുഴുവൻ നിങ്ങളുടെ ഡാറ്റയേ ഉള്ളൂ. നിങ്ങളുടെ അഭിരുചികൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാം. പെൺകുട്ടിയുടെ സംസാരത്തിൻ്റെ താളം ഏകതാനമാണെന്നും സ്വാഭാവികമായ ഏറ്റക്കുറിച്ചിലുകളോടെയുള്ള സംസാര രീതി അവൾക്ക് അന്യമാണെന്നും റീനസിന് മനസ്സിലായി. ആ സമയം അന്യയായ ഒരാളാണ് അവളെന്ന ഒരു തോന്നൽ അയാളിൽ ഉറന്നു. ഈ പെൺകുട്ടി ഒരിക്കലും ജീവിതത്തിൻ്റെ സ്വാഭാവികതയിലേക്ക് വരില്ലെന്ന ഖേദം അയാളിൽ നിറഞ്ഞു. ഒരു പ്രോഡക്റ്റ് മാത്രമാണെന്ന തോന്നലും അയാൾക്കുണ്ടായി. അവരുടെ കോളനിയിൽ സ്വീകരണ പരിപാടികൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഡോക്ടർ പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് പുറത്തിറങ്ങി. സ്വീകരണ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോർഡിനേറ്റർ പറഞ്ഞു, ഡോക്ടറുടെ ജീവിതം സുഗന്ധമുള്ളതായിരിക്കുന്നു. ഡോക്ടർ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറഞ്ഞു, ലോകം മാറുമ്പോൾ നമുക്കും മാറേണ്ടി വരും. ഞങ്ങളുടെ മകൾ മാറുന്ന ലോകത്തിൻ്റെ പ്രതിനിധിയാണ്. മകൾ എന്തെങ്കിലും സംസാരിക്കണമെന്ന ആവശ്യം സദസ്സിൽ നിന്നുയർന്നപ്പോൾ അവൾ ഒരു വാക്ക് മാത്രം പറഞ്ഞു, നന്ദി. കോളനിയിലെ ചെറുപ്പക്കാർ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പെൺകുട്ടിയുടെ കൈ പിടിച്ച് കുലുക്കി. ചിലർ കൈത്തലത്തിൽ മുത്തം കൊടുത്തു. ചിലർ അറിയാത്ത ഭാവത്തിൽ മാറിടത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു. ഒട്ടും കൂസാതെ സകലരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഡോക്ടർക്കും ലിറയ്ക്കുമൊപ്പം അവൾ കാറിൽ കയറി. ജീവിതം ഇത്രയും കാലം ഒഴുകാതെ ഒരിടത്തു തന്നെ തളം കെട്ടി നിൽക്കുകയായിരുന്നുവെന്ന് ഡോക്ടർക്ക് തോന്നി. തളം കെട്ടി നിൽക്കുന്ന ജീവിതത്തിൻ്റെ അഴുകിയ മണം അകന്നുപോയതുപോലെയും പ്രകാശമുള്ള ഒരു രാവിലെ പഴത്തോട്ടങ്ങളുടെ സുഗന്ധം നിറഞ്ഞ കാറ്റ് വീശിയടിക്കുന്നത് പോലെയും അയാൾക്ക് തോന്നി. പെൺകുട്ടിയെ ഭാര്യയ്ക്ക് വിട്ടുകൊടുത്ത് സ്വകാര്യ മുറിയിലെ ഫ്രിഡ്ജിൽ നിന്ന് കോഴിക്കുഞ്ഞിൻ്റെ രൂപമാർന്ന ഗ്ലാസിൽ മദ്യം നിറച്ച് ഐസും ചേർത്ത് അല്പാൽപമായി നുണയുമ്പോൾ നെറ്റിലെ നീലിച്ച ഒരു വെബ്സൈറ്റ് അയാൾ ആഗ്രഹിച്ചു. ആ സൈറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ പെൺകുട്ടി ഉല്ലാസത്തോടെ മുറിയിലേക്ക് വന്നു. ആ സമയം അയാളിൽ വല്ലാത്ത ഒരു ജാള്യം പ്രത്യക്ഷപ്പെട്ടു. മോണിറ്ററിൽ നഗ്നരൂപങ്ങൾ കെട്ടിപ്പുണരുകയും ഗ്ലാസ്സിൽ ഐസുകട്ടയും വിസ്കിയും ഇണചേരുകയും നൊടി നേരം കൊണ്ട് പെൺകുട്ടി ജാള്യം തുടച്ചു കളഞ്ഞു. ക്യാരി ഓൺ പപ്പ, ഒട്ടും പ്രയാസപ്പെടണ്ട. മമ്മയ്ക്കറിയുന്നതിലും അധികം താങ്കളുടെ വീക്ക്നെസ്സുകളെല്ലാം എനിക്കറിയാം. റീനസ് അവളുടെ യൗവനം തുളുമ്പുന്ന ശരീരത്തെ ഒട്ടൊരു ഭയപ്പാടോടെ നോക്കിക്കൊണ്ടിരുന്നു. എന്നെ കെട്ടിപ്പുണർന്ന നിമിഷത്തിൽ തന്നെ പപ്പയുടെ ആസക്തി ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. താങ്കളെ വേട്ടയാടുന്ന പാപബോധമെല്ലാം കളയുക, എന്നെ ഉപയോഗിക്കുക, ജീവിതത്തിൽ നന്നായി ആഹ്ലാദിക്കുക. റീനസ് അമ്പരന്ന് നിൽക്കെ അവൾ തീർത്തും സ്വാഭാവികമായി വസ്ത്രങ്ങളുടെ ബട്ടണുകൾ വിടർത്തി. അയാൾ കരികിലേക്ക് നീങ്ങി നിന്നു. മോണിറ്ററിൽ നിന്നുയർന്ന വന്യമായ സംഗീതത്തിൽ അവരിരുവരും ചുവട് വെച്ചു. അവളുടെ മുലകൾ റീനസിന്റെ നെഞ്ചിനെ തൊട്ടു. കാലുകളുടെയും ശ്വാസോച്ഛ്വാസത്തിൻ്റെയും ചലനത്തിലൂടെ അതീവ തീവ്രമായ ഒരു സുഖാനുഭവത്തിലേക്ക് അവർ മുന്നേറി.
തികഞ്ഞ ലാഘവത്തോടെ അനന്തരം ഉടയാടകൾ ധരിച്ച് അവൾ മുറിയിൽ നിന്ന് പുറത്തു കടന്നു. ആ സമയം കുറ്റബോധം അയാളെ സ്പർശിച്ചു. അത്താഴത്തിനിരിക്കുമ്പോൾ പെൺകുട്ടി ഒരു ഇംഗ്ലീഷ് സോങ് പാടിക്കൊണ്ടിരുന്നു. റീനസ് നിശബ്ദനായിരുന്നു. ലിറ ചോദിച്ചു, എന്താ ഒന്നും സംസാരിക്കാത്തത്? ഈ കുട്ടി എന്തു വിചാരിക്കും? അയാൾ ഒന്നും പറയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അയാളുടെ ഉന്മേഷരാഹിത്യം ലിറയെ എന്തുകൊണ്ടോ ബാധിച്ചില്ല. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഉറക്കറയിലേക്ക് നടക്കവേ ലിറ റീനസിനോട് പറഞ്ഞു, സോറി, ഇന്ന് നാം വെവ്വേറെ മുറികളിൽ ഉറങ്ങുന്നു. ഞാനും ഇവളും ഒരുമിച്ച് ഒരു മുറിയിൽ. ഗുഡ് നൈറ്റ്. അടഞ്ഞ വാതിലിന് മുന്നിൽ റീനസ് ഏകാകിതയെ അറിഞ്ഞു. രാത്രിയിൽ വാതിലടച്ച് മകളോടൊപ്പം കിടന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇക്കാലമത്രയും നിലനിന്ന ഒരനുഷ്ഠാനം ഒരു ദിവസത്തേക്കെങ്കിലും ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ ലിറ ആശ്വസിച്ചു. ഈ ശരീരം തൻ്റേതല്ല, റീനസിൻ്റേതാണെന്ന് തോന്നുന്ന രാത്രികളുടെ ഓർമ്മയിൽ ലിറ നിർനിമേഷം നിന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദിവസമാണെന്ന തോന്നലിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സ്വന്തം കൈകളാൽ ഉറക്കറ വേഷം അഴിച്ചുമാറ്റി. റീനസിൻ്റെ കൈകളുടെ വിദഗ്ധതയിൽ സ്വയമറിയാതെ അഴിഞ്ഞു പോകുന്ന ഉടയാടകളുടെ ഓർമ്മ അവളിൽ വികാരം പടർത്തി. പെൺകുട്ടി ലിറയുടെ വസ്ത്രങ്ങളില്ലാത്ത ശരീരം നോക്കി കുസൃതിയോടെ പുഞ്ചിരിച്ചു. ബ്രേസിയറിൻ്റെയും പാൻറ്റീസിൻ്റെയും അടയാളങ്ങൾക്കുള്ളിലെ വെളുപ്പിൻ്റെ ആധിക്യം അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. ലിറയെ അനുകരിച്ച് അവളും ടീഷർട്ടും ഷോർട്ട്സും അഴിച്ചുമാറ്റി. പ്രാകൃതമായ ഒരു വികാരത്തിന് അടിമപ്പെട്ട് വർദ്ധിച്ച ശ്വാസോച്ഛ്വാസത്തോടെ ലിറ അവളെ തൊട്ടു. നാം ഇപ്പോൾ നഴ്സറി കുട്ടികളാണ്. അനന്തരം ലിറയുടെ വിരലുകൾ പെൺകുട്ടിയുടെ ഉടലിലൂടെ ഭ്രാന്തമായി ഇഴഞ്ഞു നടന്നു. പെൺകുട്ടി വിധേയത്വത്തിൻ്റെ കണ്ണുകളുമായി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, മമ്മയ്ക്കൊരിക്കലും ഇഷ്ടത്തിനൊത്ത് സ്വന്തം ശരീരത്തെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നു മുതൽ മമ്മയ്ക്ക് എന്നെ ഉപയോഗിക്കാമല്ലോ. മമ്മയുടെ സന്തോഷത്തിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നത്. കിതപ്പുകൾക്കൊടുവിൽ ലിറ കിടക്കയിലേക്ക് വീണപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ കണ്ണീരിനെ പുറന്തള്ളി. തുടർന്ന് അവൾ തല ചുമരിനോട് ചേർത്തിടിച്ച് ദൈവമേ ഞാൻ എന്നിങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നു. ശവപ്പെട്ടി പോലുള്ള ബോക്സ് തുറന്ന് പെൺകുട്ടി അത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ബോക്സ് ഒരു ഫ്രിഡ്ജിനെ പോലെ പ്രവർത്തിച്ചു തുടങ്ങി. അതിൽ ഇളം നീല നിറത്തിലുള്ള ഒരു ബൾബ് പ്രകാശിച്ചു. ആ സമയം തുറന്ന ബോക്സിന്റെ മുകളിലായി ഉറപ്പിച്ച ചുവന്ന ഒരു സ്വിച്ച് ലിറ സ്പർശിക്കാൻ ശ്രമിക്കവേ പെൺകുട്ടി ഒട്ടൊരു പരിഭ്രമത്തോടെ അവളെ തടഞ്ഞു. അരുത്, നിങ്ങൾക്കെന്നെ മടുത്താൽ മാത്രം ഈ സ്വിച്ച് ഓഫ് ചെയ്യാം. ആ സമയം ഞാൻ എന്നേക്കുമായി ഡിം. വിറയലാർന്ന ഒരു ഭയത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്തബ്ധയായി നിൽക്കുന്ന ലിറയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ബോക്സ് അടച്ച് പെൺകുട്ടി ഉറങ്ങാൻ തുടങ്ങി. മകൾ. നന്ദി. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന കഥ കൊണ്ട്